ഫ്രണ്ട്സ്, ഇത് നമ്മൾ നിൽക്കുന്നത് കൊല്ലം ആശ്രമം മൈതാനത്താണ് കേട്ടോ. ഇവിടെ ഓണം പ്രമാണിച്ച് നല്ല അടിപൊളി ഒരു ഫെസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടാണ് കേട്ടോ ഇവിടെ വന്നത്. ഇത് സംഭവം നടക്കുന്നത് തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നായിരുന്നു? ഓഗസ്റ്റ് 16-ാം തീയതി. അതെ, ഓഗസ്റ്റ് 16-ാം തീയതി തൊട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമ്മൾ ഇന്ന് വന്നേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 20-ാം തീയതി വന്നത്. ഇത് എന്ന് വരെ ഉണ്ടെന്ന് നമുക്ക് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഓണത്തിന് അടുപ്പിച്ച മാസമായിട്ട് എന്തായാലും ഓണം കഴിഞ്ഞിട്ടേ ഇത് അവസാനിക്കത്തുള്ളൂ. ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 150 രൂപയാണ് കേട്ടോ. പിന്നെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണ്ട. നമ്മൾ ആദ്യം കയറി വരുമ്പോൾ കാണുന്നത് കുറേ ബേഡ്സും സംഭവങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് അടുത്ത സെഷനിൽ കയറുമ്പോഴാണ് റോബോട്ടുകളും ഒക്കെ ഉള്ളത്. പലതരത്തിലുള്ള റോബോട്ടിനെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റി കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നല്ല രസമായിരുന്നു അത് വർക്ക് ചെയ്യുന്ന കാണാനൊക്കെ. അങ്ങനെ ഞാൻ അവിടെ നിന്നപ്പോൾ എനിക്കും കിട്ടി കേട്ടോ ഒരു ഷേക്ക് ഹാൻഡ്. പിന്നെ സ്പെഷ്യലായിട്ട് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റോബോട്ടും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഈ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള, അതായത് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള റോബോട്ടിക് ഇതും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്വേറിയത്തിൻ്റെ സെക്ഷനിലോട്ടാണ്. ഇത് നമ്മൾ കാണുന്നത് കടലമ്മയുടെ കൊട്ടാരമാണ്. ഇത് നമ്മൾ ഈ ഇടയ്ക്ക് വന്ന ഫെസ്റ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം ഇതുപോലത്തെ ഒരു ഫെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാളും കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടുള്ളതും അതുമല്ല സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെർമെയ്ഡും ഉണ്ടായിരുന്നു ഇപ്രാവശ്യത്തേന്. പിന്നെ നമ്മൾ കണ്ടത് ഈ 360 ഡിഗ്രിയിൽ റീലൊക്കെ ചെയ്യുന്ന ആ ഒരു സംഭവമാണ്. അങ്ങനെ നമ്മൾ വീണ്ടും അക്വേറിയത്തിൻ്റെ സെഷനിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഈ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിനാണ് വന്നേക്കുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലടിയിൽ താമസിക്കുന്ന പൂച്ചയെ കാണാനാണ്. നമ്മൾ ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ടല്ലേ, പൂച്ച ഇങ്ങനെ വെള്ളത്തിൽ താമസിക്കുമെന്ന്. അപ്പം നമ്മൾ കണ്ടു കേട്ടോ അതിനെ. പിന്നെ നമ്മൾ എല്ലാ ഫെസ്റ്റിലും കാണുന്ന പോലെ തന്നെ അവസാനം കുറേ കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്.
ഇവിടെ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ പക്ഷികളെയും പാമ്പിനെയൊക്കെ എടുത്ത് കയ്യിലും കഴുത്തിലും ഒക്കെ ഇട്ട് തരും. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കോർട്ടിലേക്കാണ്. നമുക്ക് അവിടെ നിന്ന് ആഹാരമൊക്കെ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ റൈഡൊക്കെയാണ് വരുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ആർക്കും കളിക്കാനൊക്കെ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ.